വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടർ ക്ഷാമം രൂക്ഷം. ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾക്ക് താഴ്വീഴുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം നിലവിൽ രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ ലഭ്യതയെ വളരെ അധികമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കൂടുതലും ഹോട്ടൽ ഉടമകളെ തന്നെയാണ് അത് ബാധിച്ചിരിക്കുന്നത്. ജില്ലയിലെ പല ഹോട്ടലുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് നിലവിൽ നിൽക്കുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? നിലവിലെ സാഹചര്യം ഇപ്പോൾ കട പൂട്ടേണ്ട അവസ്ഥയാണ്. ഓൾറെഡി തൃശ്ശൂരത്ത് ഒരു 20% കടകളും ഭക്ഷണങ്ങളില്ലാതെ തുറന്നു വെച്ചിരിക്കുകയാണ്. പല ഹോട്ടലുകളും ലഘുഭക്ഷണങ്ങളും കാപ്പിയും ചായയിലും ഒതുക്കി മെനു വെട്ടിക്കുറച്ചിരിക്കുകയാണ്. മിക്ക ഹോട്ടലുകളിലും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ജോലിക്കായുള്ളത്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് തൊഴിലാളികളെ തിരിച്ചയച്ചാൽ പിന്നീട് തൊഴിലാളികളെ കണ്ടെത്തുക എന്നുള്ള പ്രതിസന്ധിയും ആശങ്കയും ഹോട്ടൽ ഉടമകൾ പങ്കുവെക്കുന്നു. നാളെ ഇത് ഫുള്ളായിട്ട് അടച്ചിടുമ്പോൾ ഞങ്ങളുടെ സ്റ്റാഫുകൾ പോയിട്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ സ്റ്റാഫുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിറകടുപ്പുകൾ ഉപയോഗിക്കുക എന്നത് പ്രായോഗികമല്ലാത്ത സാഹചര്യത്തിലാണ് മിക്ക കടകളും. തുറസായ സ്ഥലങ്ങളിൽ അല്ലാത്തതുമൂലം പുകയുയരുന്നത് മറ്റ് സ്ഥാപനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. സോളാർ അടുപ്പുകൾ ചിലവേറിയതാണെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. കഴിഞ്ഞ 2 വർഷം മുൻപ് വരെ നമുക്കിവിടെ സ്റ്റാഫുകൾ താമസിക്കുന്ന വീട്ടിൽ നമ്മൾ ചോറ് മാത്രം വെച്ചിരുന്നു വിറകില്. അത് അടുത്തുള്ള ബിൽഡിങ്ങിലേക്ക് പുക വന്നു എന്നുള്ള കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞ് ഹെൽത്തിൽ നിന്ന് ആൾ വന്നിട്ട് പറഞ്ഞു ഇനി ഇവിടെ പുക ഉള്ളതുകൊണ്ട് ഗ്യാസ് തന്നെ ഉപയോഗിക്കണം. ഗ്യാസിലാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഗ്യാസ് അല്ലാതെ വേറൊരു സംവിധാനം എന്ന് പറയാനുള്ളത് സോളാറോ അല്ലെങ്കിൽ കറണ്ടിൽ പ്രവർത്തിക്കുന്ന മെഷീനുകളൊക്കെയാണ് നമുക്ക് വേണ്ടത്. അതിനൊക്കെ വലിയ കറണ്ടും അതിനുള്ള സംവിധാനങ്ങളും സ്വന്തം ബിൽഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രാവർത്തികമുള്ളൊന്നും എളുപ്പമുള്ള കേസല്ല. കാരണം അത്രയധികം ചെലവുകളും കാര്യങ്ങളും വരുന്നുണ്ട്. ഹോട്ടലുകൾ അടച്ചിട്ടാലും വാടക നൽകേണ്ടതുണ്ട്. സിലിണ്ടറുകൾ ഒട്ടും ലഭിക്കാത്ത സാഹചര്യമായതിനാൽ പൂർണ്ണമായി അടച്ചിടൽ തന്നെയാണ് ഏകമാർഗമെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. TCV ന്യൂസ്, തൃശൂർ.